വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്ഡ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 4 meter which is subjected to an UDL of 10 kilonewton per meter in kilonewton meter unit is. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിൻ്റെ UDL ആക്ട് ചെയ്യുന്ന സമയത്തുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഈക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതിൽ UDL ആണ് ആക്ട് ചെയ്തിരിക്കുന്നത് 10 kilonewton per meter. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഏത് ഇക്വേഷനാണ് എടുക്കുന്നതെന്ന് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ WL²/8 ആണ്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ WL²/8 ആണ്. ഇനി ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. W എത്രയാണ് തന്നേക്കുന്നത്? 10 ആണ്. ഇൻറ്റു L 4 ആണ്. 4²/8. ഓക്കെ, 10 × 4²/8 നമുക്ക് ഈസി ആയിട്ട് ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 10 × 16/8. സോ നമുക്കിത് കട്ട് ചെയ്ത് പോയിട്ട് എത്ര കിട്ടും? 20 kilonewton meter എന്നാണ് ആൻസർ കിട്ടുന്നത്. വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ തന്നെ ഇതിപ്പോൾ ബെൻഡിങ് മൊമെൻറ്റാണ് ചോദിച്ചത്. ഇനി ഇതിൽ ഷിയർ ഫോഴ്സ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും എടുക്കേണ്ടത്? അതുകൂടെ നോക്കാം. നമുക്കൊരു 1-2 ഇക്വേഷൻസ് കൂടെ നോക്കാം. ഇതിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം UDL കണ്ടീഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞു WL²/8. ഇനി അതിൻ്റെ തന്നെ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ WL/2 ആണ് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പോയിൻ്റ് ലോഡാണെന്ന് വിചാരിക്കാം. പോയിൻ്റ് ലോഡ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് WL/4 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് W/2. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പോയിൻ്റ് ലോഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷെ വേരിയിങ് സെക്ഷനാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ എയും ബിയും എന്ന് പറയുന്ന 2 ഡിസ്റ്റൻസ് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് ഈ ഒരു പോർഷനിൽ എയും ബിയും ഈ ഒരു പോർഷനാണെങ്കിൽ എയുടെ പോർഷനിലെ ഷിയർ ഫോഴ്സ് WB/L, ഈ ഒരു എൻഡിൽ അത് WA/L ആണ് വരുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എളുപ്പമാണ്. WAB/L ആണ് വരുന്നത്. ഈ ഇക്വേഷൻസ് എങ്കിലും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് സിംപ്ലി സപ്പോർട്ടിനാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇനി കാൻഡിലിവർ വരുന്ന സമയത്ത് നമുക്ക് കാൻഡിലിവറിൻ്റെ ഇക്വേഷൻസും ഫിക്സഡ് വരുന്ന സമയത്ത് ഫിക്സഡിൻ്റെ ഇക്വേഷൻസൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ കാൻഡിലിവർ ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് മൊമെൻറ്റ് അറ്റ് ദി ഫ്രീ എൻഡ്. ദ ഷേപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈസ്. ഷേപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈസ്. കാൻഡിലിവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ല പറഞ്ഞേക്കുന്നത്, കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ആണ്. അതും ഫ്രീ എൻഡിലാണ് പറഞ്ഞിരിക്കുന്നത്. കാൻഡിലിവറിൽ കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷേപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ മൊമെൻ്റ് അല്ല വേണ്ടത്, വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് വേണ്ടത്. സോ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ വേറെ ഈ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിളോ പരാബോളോ റെക്റ്റാങ്കിളോ ഒന്നും തന്നെ അല്ല. ഇനി മൊമെൻ്റ് എടുക്കുന്ന കേസിൽ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് വരും. ക്വസ്റ്റ്യൻ മൊമെൻ്റ് ആയിരുന്നുവെങ്കിൽ അവിടെ റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് ആൻസർ ചെയ്യാമായിരുന്നു. സോ ഇവിടെ നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, നൺ ഓഫ് ദീസ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ അനാലിസിസ് ഓഫ് സ്ട്രെസ്സസ്.
അനാലിസിസ് ഓഫ് സ്ട്രെസ്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻസ് നോക്കാം. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മെത്തേഡ് ഓഫ് ജോയിൻസ്, കാമിസ് മെത്തേഡ്. അപ്പോൾ ഇത് ഓരോന്നും ഏതാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഏതാണ് അനാലിസിസ് ഓഫ് സ്ട്രെസ്സിന് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ മെത്തേഡ്സാണ് സ്ട്രെസ്സസിൻ്റെ അനാലിസിസിന് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നോക്കാം. അതൊരു മെത്തേഡൊന്നും അല്ല ഉള്ളത്. അപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നാലേ അടുത്ത് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമലി അനാലിസിസ് ഓഫ് സ്ട്രെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റ്, രണ്ടാമത്തത് മെത്തേഡ്സ് ഓഫ് സെക്ഷൻ. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് മെമ്പറിനെ, നമ്മുടെ സ്ട്രെസ്സിലുള്ള മെമ്പറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റും മെത്തേഡ്സ് ഓഫ് സെക്ഷനും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമല്ലാതെ അടുത്തൊരു മെത്തേഡാണ് ടെൻഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ്. എന്താണ് ടെൻഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ്? ദെൻ നെക്സ്റ്റ് ബാർ ചെയിൻ മെത്തേഡ്. ഈ ഒരു ടെൻഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പേസ് സ്ട്രെസ്സിനെയൊക്കെ അനാലിസിസ് ചെയ്യാനാണ് നമ്മൾ ടെൻഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് വില്ലറ്റ് മോർ ഡയഗ്രാം. ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ ജോയിൻസിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻ്റൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്ലറ്റ് മോർ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഓക്കെ, ഇതും സെയിം തന്നെ. ഡ്രസ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് ലോഡ് മെത്തേഡൊക്കെ നമ്മൾ കോളേജിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് വരുന്നത്? മെത്തേഡ് ഓഫ് ജോയിൻ, മെത്തേഡ് ഓഫ് സെക്ഷൻ. ഇത് മെമ്പർ ഫോഴ്സസിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ടെൻഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് സ്പേസ് സ്ട്രെസ്സസിനെ അനാലിസിസ് ചെയ്യാനും, പിന്നെയുള്ള ബാർ ചെയിൻ മെത്തേഡ് വില്ലറ്റ് മോർ ഡയഗ്രാം, ദാറ്റ് ഇസ് ഗ്രാഫിക്കൽ മെത്തേഡാണ് ട്രസ് ജോയിൻസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും, യൂണിറ്റ് ലോഡ് മെത്തേഡ് സെയിം തന്നെയാണ്, നമ്മുടെ ട്രസ് ജോയിൻസിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പറഞ്ഞേ, നമുക്ക് തന്നിരിക്കുന്നതിൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ ട്രസ്സസിൽ വരുന്നത് ഏതേ ഉള്ളൂ? മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റ് മാത്രമേ ഉള്ളൂ. മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റ് മാത്രമാണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ താഴോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് പറയാം. Then fourth question, influence line diagram can be used to find the bending moment diagram of the member, shear force diagram of the member, support reaction of the member. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം പൊതുവേ നമ്മൾ ഇത് മൂന്നിൻ്റെ വേരിയേഷൻസ് ഷോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ? ഈ തന്നിരിക്കുന്നതിൽ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിറ്റർമിനേറ്റ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. കോമൺലി നമുക്കിപ്പം പ്രോപ്ഡ് ക്യാൻഡിലീവർ ബീം എടുക്കാം. പ്രോപ്ഡ് ക്യാൻഡിലീവർ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു രീതിയിലാണ് പ്രോപ്ഡ് ക്യാൻഡിലീവർ വരയ്ക്കുന്നത്. സോ ഇവിടെ എത്ര റിയാക്ഷൻസ് ഉണ്ട്? 3. ഇവിടെയും ഉണ്ട്. അപ്പോൾ 4 മൈനസ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 4 - 3 നമുക്ക് എത്ര കിട്ടും? 1. അപ്പോൾ പ്രോപ്ഡ് ക്യാൻഡിലീവർ അല്ല എന്നെനിക്ക് മനസ്സിലായി. എന്താണ് പ്രോപ്ഡ് ക്യാൻഡിലീവർ അല്ല എന്ന് മനസ്സിലായി. അടുത്ത 2 സ്പാൻ കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ട്. 2 സ്പാൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എൻ്റെ കണ്ടിന്യൂസ് ബീം ഞാൻ വരയ്ക്കുന്നത്. ഇതിൽ തന്നെ അറിയാം ഹിഞ്ച്ഡ് ആകുമ്പോൾ 2, റോളറിൽ 1. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുമ്പോൾ ഇവിടെ എത്ര റിയാക്ഷൻസ് ഉണ്ട്? 5 റിയാക്ഷൻസ് മൈനസ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആൻസർ 2 വരും. അപ്പോൾ എന്തുമല്ല 2 സ്പാൻ കണ്ടിന്യൂസ് ബീം വിത്ത് സിമ്പിൾ സപ്പോർട്ടുമല്ല എന്ന് മനസ്സിലായി. അടുത്തത് ഫിക്സഡ് ബീമാണ്. ഫിക്സഡ് ബീം നോക്കിക്കേ, ഈ രീതിയിലല്ലേ ഫിക്സഡ് ബീം വരുന്നത്. ഫിക്സഡ് ബീമിൽ വരുമ്പം നമുക്ക് ടോട്ടൽ എത്ര റിയാക്ഷൻ ഫോഴ്സ് ആണ് വരുന്നത്? 6 എണ്ണം വരും. അപ്പോൾ 6 മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 3, സോ ആൻസർ 3 വരും. അപ്പോൾ എന്തുമല്ല ഫിക്സഡ് ബീം അല്ല. ഇനി നമുക്ക് ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഏതാണ്? 3 ഹിഞ്ച്ഡ് ആർച്ച്. നമുക്കൊന്ന് 3 ഹിഞ്ച്ഡ് ആർച്ച് വരച്ച് നോക്കിയാലോ. ഹിഞ്ചാണ്, ഒരു ഹിഞ്ച് ദാ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ കിട്ടും? ഓക്കെ, 4. ഇനി 3 ഹിഞ്ച് ആർച്ച്. ഇതിൻ്റെ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ds ഈസ് ഈക്വൽ ടു 3c +
RE-3 മൈനസ് RR എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഹിഞ്ചസ് ബേസ് ചെയ്ത് വരുന്നതാണ്. സി എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പാണ്. നോക്കിക്കേ, ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 3 × 0 പ്ലസ് ഇവിടുത്തെ റിയാക്ഷൻസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. 4 - 3 മൈനസ് ഇൻറ്റേർണൽ ഹിഞ്ച് 1. അപ്പോൾ എങ്ങനെ വരും? 4 - 3 1, 1 - 1 = 0. നമുക്ക് എന്താണെന്ന് കിട്ടി? സ്റ്റാറ്റിക് ഡിറ്റർമിനേറ്റ് ആണ് എന്ന് കിട്ടി, അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ് 3 ഹിഞ്ച് ആർച്ച് എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു സ്ഥലത്ത് സ്റ്റാറ്റിക് അല്ല, എനിക്ക് 3 ഹിഞ്ച് ആർച്ചിൻ്റെ കൈനമാറ്റിക് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും? അതിൻ്റെ ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിറ്റർമിനേറ്റ് കൈനമാറ്റിക് ഡിറ്റർമിനൻസി ആണ് എങ്കിൽ 3J - RE + RR. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? 3 ഇൻറ്റു ഞാൻ ഈ നേരത്തെ വരച്ചതിൽ ജോയിൻ്റ് എത്ര എണ്ണം ഉണ്ട്? 3 ജോയിൻ്റ് അല്ലേ? 1 2 3. അപ്പോൾ 3 ജോയിൻ്റ് ആണ്. റിയാക്ഷൻ ഫോഴ്സ് ഓൾറെഡി നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ് വരുന്നത്. 4 എണ്ണമാണ് നമുക്ക് റിയാക്ഷനായിട്ട് വരുന്നത്. പ്ലസ് ഇൻറ്റേർണൽ ഹിഞ്ച് കാരണം ഉണ്ടാവുന്നത് എത്ര എണ്ണമാണ്? 1 എണ്ണം. 9 - 4 + 1 ആണ് വരുന്നത്. സോ നമുക്ക് ഫൈനലി 6 എന്ന് കിട്ടും. ഇതാണ് കൈനമാറ്റിക്കിൻ്റെ കാര്യം. ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ഇപ്പോൾ സ്റ്റാറ്റിക് ചോദിച്ചാൽ അടുത്ത കൈനമാറ്റിക് ചോദിച്ചുകൂടാന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി, 3 ഹിഞ്ച് ആർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഫോഴ്സ് മെത്തേഡാണ് ചോദിച്ചേക്കുന്നത്. ഫോഴ്സ് മെത്തേഡ് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആൻസർ ചെയ്യാൻ അറിയണമെങ്കിൽ ഫോഴ്സ് മെത്തേഡിൽ ഏതൊക്കെയാണ് വരുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. സ്ട്രക്ചറൽ അനാലിസിസിൽ ഫോഴ്സ് മെത്തേഡ് എടുക്കുമ്പോൾ നമ്മൾ പൊതുവേ സ്ട്രക്ചറൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും യൂസ് ചെയ്യുന്നത്. ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ഫോഴ്സ് മെത്തേഡിൽ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ, സ്ട്രെയിൻ എനർജി പ്രിൻസിപ്പിൾസ്, വെർച്വൽ വർക്ക് മെത്തേഡ് അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് മെത്തേഡ്, 3 മൂവ്മെൻറ്റ് തിയറം അല്ലെങ്കിൽ ക്ലപ്രിയോൺസ് തിയറം, കോളം അനലോഗി മെത്തേഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സെൻറ്റർ മെത്തേഡ്, മാക്സ്വെൽസ് മോർ ഇക്വേഷൻസ്. ഈ മാക്സ്വെൽസ് മോർ ഇക്വേഷനിൽ തന്നെയാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറവും മാക്സ്വെൽസ് ബറ്റി തിയറവും വരുന്നത്. പിന്നെ ഫൈനലി എന്താണ്? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡുമാണ് വരുന്നത്. ഇത്രയുമാണ് ഫോഴ്സ് മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ ഇത്രയത്തിൽ പറഞ്ഞതിൽ നമ്മൾ ഈ ഓപ്ഷനിൽ ആരുണ്ട്? കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഉണ്ട്. ഞാൻ ആദ്യമേ ഫോഴ്സ് മെത്തേഡിൽ പറഞ്ഞ പേര് എന്തായിരുന്നു? കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഇനി ഇതൊന്ന് നോട്ട് ചെയ്തോളണേ. അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിനിമം പൊട്ടൻഷ്യൽ മെത്തേഡ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനിസ് മെത്തേഡ്, സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, ഇത്രയുമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ വരുന്നത്. ഓക്കെ, 7th question. A cantilever with 3 meter span is subjected to a 20 kilonewton load at the free end if EI is equal to 10,000 kilonewton per meter square. The maximum deflection of the beam in mm is. അവർ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഡിഫ്ലക്ഷനാണ്. ഇത്രയാണ് ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാൻഡിലിവർ ആണ്, ഫ്രീ എൻഡിലാണ് 20 kilonewton ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലുള്ള മാക്സിമം ഡിഫ്ലക്ഷനാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് നോക്കാം, ഇതിനും 1-2 കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ക്യാൻഡിലിവർ ആണ്, ഫ്രീ എൻഡിലാണ് ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത് 20 kilonewton. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ഡെൽറ്റ കണ്ടുപിടിക്കാൻ WL3/3EI ചെയ്താൽ മതിയാവും. WL3/3EI ചെയ്താൽ മതിയാവും. W എത്രയാണ് വരുന്നത്? 20 L 3³ × EI ഡയറക്റ്റ് തന്നെ അവർ വാല്യൂ തന്നിട്ടുണ്ട്, 10,000. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 0.018 എന്നാണ് കിട്ടുന്നത്. 0.018 എന്ന് കിട്ടും. ഇത് മീറ്ററിലാണ്.
ഓക്കെ, ശ്രദ്ധിക്കുക. മീറ്റർ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ എം എമ്മിൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എം എമ്മിൽ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 1000. നമുക്ക് ആൻസർ 18 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 18 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി ഇതിപ്പം ഞാൻ എന്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ക്യാൻഡിലീവർ ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുവാണെങ്കിലാണ് ഇങ്ങനെ. ഇനി ക്യാൻഡിലീവർ തന്നെയാണ് വരുന്നത്. അതുപോലെ ഇത് ഫ്രീ യു ഡി അല്ല, എൻറ്റർ സ്പാനിലും വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ഡെൽറ്റ കണ്ടുപിടിക്കാൻ WL/4/8EI ആണ് വരുന്നത്. ഓക്കെ, WL/4/8EI ആണ് വരുന്നത്. ഇനി ക്യാൻഡിലിവർ തന്നെ ഫ്രീ എൻഡിലെ മൊമെൻ്റ് ആണ് വരുന്നതെങ്കിൽ ML²/2EI ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇത് ഓപ്ഷൻ എ ആണേ, ഓപ്ഷൻ എ 80. അടുത്തത് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി റെസ്പെക്റ്റീവ്ലി ഓഫ് എ ഫിക്സഡ് ബീം ഇൻ ജനറൽ വിൽ ബി. ഓക്കെ, ഫിക്സഡ് ബീമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിക്കിൻ്റെ വാല്യൂ ആദ്യവും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയും രണ്ടാമത് വരുന്ന രീതിയിലാണ് അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു ഫിക്സഡ് ബീം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ബീമിൽ നോർമലി ഇങ്ങനെയല്ലേ വരുന്ന റിയാക്ഷൻ ഫോഴ്സസ്. സോ ഇതിൽ നമുക്ക് സ്റ്റാറ്റിക് കണ്ടുപിടിക്കണം. സ്റ്റാറ്റിക് കണ്ടുപിടിക്കാൻ അറിയാം, 6 - 3 എത്രയാണ് വരുന്നത്, 3, 6, 6 - 3 3 എന്നാണ് വാല്യൂ കിട്ടുന്നത്. കൈനമാറ്റിക്കും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 3J - RE. 3 × J ജോയിൻ്റ് ആണ്. എത്ര ജോയിൻ്റ് ഉണ്ട്, 2 ഉള്ളൂ. RE എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു 6 റിയാക്ഷൻസ് ആണുള്ളത്. എത്ര കിട്ടും, 6 - 6 0 കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാറ്റിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കിൻ്റെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്, 3 ആണ്. രണ്ടാമത്തത് 0 ആണ് കിട്ടിയത്. അപ്പോൾ 3ഉം 0ഉം വരുന്നതാണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 3 and 0. അടുത്ത ക്വസ്റ്റ്യൻ, ദ അബ്സല്യൂട്ട് സ്റ്റിഫ്നെസ് അറ്റ് ദ നിയർ എൻഡ് ഓഫ് എ മെമ്പർ വെൻ ദ ഫാർ എൻഡ് ഈസ് ഫിക്സഡ് ഈസ്. അബ്സല്യൂട്ട് സ്റ്റിഫ്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫാർ എൻഡ് ഫിക്സഡ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെൻ ദ ഫാർ എൻഡ് ഓഫ് ദ മെമ്പർ ഈസ് ഫിക്സഡ് ആണ്. അങ്ങനെ ഫിക്സഡ് ആണ് എങ്കിൽ നമുക്ക് ഫിക്സഡ് കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നത് 4EI/L. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, 4EI/L. ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ, ഫാർ എൻഡ് ആവണമെന്നില്ല, ഫാർ എൻഡ് ഫിക്സഡ് ആവണമെന്നില്ല, ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തേത് നമ്മളിപ്പോൾ പറഞ്ഞത് ഫാർ എൻഡ് ഫിക്സഡ് ആണ് എങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4EI/L ആണ്. ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആണ് എങ്കിൽ, ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ അവിടെ വരുന്നത് 3EI/L. ഇനി ഫാർ എൻഡ് ഫ്രീ ആണെങ്കിൽ വരുന്ന ഇക്വേഷൻസ് K = EI/L. ഓക്കെ, മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ ഫിക്സഡ് ആണ് എങ്കിൽ നമ്മുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത്, മെമ്പറിൻ്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണെങ്കിൽ 4EI/L, ഹിഞ്ച്ഡ് ആണെങ്കിൽ 3EI/L, ഫ്രീ ആണെങ്കിൽ EI/L. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൻസർ മനസ്സിലായല്ലോ. ഫാർ എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, 4EI/L. 10th ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ്. മോസ്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളാണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം.